ഗുഡ് മോർണിംഗ്. നമ്മൾ ഹാർട്ടിനെ കുറിച്ച് പഠിച്ചപ്പം അതിൽ ഒരു പ്രത്യേക കാര്യം നമ്മൾ പറഞ്ഞു. SA നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിറ്റ്സ്, പർക്കിൻജി ഫൈബേഴ്സ് എന്ന് പറഞ്ഞ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന്റെ, അതായത് ബ്രെയിനിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു നെറ്റ്വർക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് എന്തുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ECG ചെക്ക് ചെയ്യും. അതായത് ECGയിൽ P വേവ്, QRS കോംപ്ലക്സ്, ST ഇന്റർവൽ, ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. നമ്മൾ ഹാർട്ട് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഹാർട്ടിന്റെ ചേമ്പറില് ഇവിടെയായിട്ട് SA നോഡുണ്ട്, ഇവിടെയായിട്ട് AV നോഡുണ്ട്, അതൊന്ന് ബണ്ടിൽ ഓഫ് ഹിറ്റ്സ് ഉണ്ട്, ഇങ്ങനെ പർക്കിൻജി ഫൈബേഴ്സ് ഉണ്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇതും ഈ ECG ആയിട്ട് എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധമാണ്? സത്യം പറഞ്ഞാൽ ഹാർട്ടിന്റെ ബ്രെയിനിന്റെ നെറ്റ്വർക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന, അതായത് ബ്രെയിൻ, ഇത് ശരിക്കും പറഞ്ഞാൽ നെർവസ് സിസ്റ്റമാണ്. ഹാർട്ടിന്റെ നെർവസ് സിസ്റ്റം, ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്ന നെർവിന്റെ പാറ്റേൺ ആണ്. ഇത് ഒരു ഇലക്ട്രിക് തരംഗമാണ്. പറഞ്ഞല്ലോ, ഒരു ഇലക്ട്രിസിറ്റി. ഇത് നഷ്ടപ്പെട്ടു പോയാലാണ് നമ്മൾ പേസ് മേക്കർ വെച്ച് കൊടുക്കുന്നത്. അതായത് ഒരു ഇലക്ട്രിസിറ്റി ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഈ നെറ്റ്വർക്കിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ഇതിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട് അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ECG എടുക്കുന്നത്. ഈ നെറ്റ്വർക്ക് എങ്ങനെയുണ്ട് അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ECG. ഇത് P വേവ് എന്താ? അതായത് ആട്രിയം എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതായത് ആട്രിയം എങ്ങനെ വർക്ക് ചെയ്യുന്നു. P വേവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചെറുതാണ്. കാരണം ആട്രിയത്തിന്റെ വർക്കിന് അധികം എനർജി വേണ്ട. പക്ഷെ വെൻട്രിക്കിളിന്റെ QRS കോംപ്ലക്സ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെൻട്രിക്കിളിന്റെ വർക്കാണ്. ഈ ഭാഗം എങ്ങനെ വർക്ക് ചെയ്യുന്നത്? വെൻട്രിക്കിൾ ഇത് ഇച്ചിരി വലുതായിരിക്കും. QRS ഇത് ഇച്ചിരി വലുതായിരിക്കും. കാരണം ആട്രിയത്തിന് ഇത്രയും മതി, QRS കോംപ്ലക്സ് വലുതായിരിക്കും. മനസ്സിലായോ? ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ ഇന്റർവൽ ഉണ്ട്. ഇങ്ങനെയാ പോകുന്നത്. അടുത്ത P വേവ്, QRS കോംപ്ലക്സ്, ഇങ്ങനെയാണ് പോകുന്നത്. ECG പോകുന്നത് ഒരേ പാറ്റേണിൽ. അതായത് ഇതെപ്പോഴാ P വേവ് എപ്പോഴാ ഏട്രിയം വർക്ക് ചെയ്യുമ്പോൾ, QRS കോംപ്ലക്സ് എപ്പോഴാ വെൻട്രിക്കിൾ വർക്ക് ചെയ്യുമ്പോൾ. ഈ ST ഇന്റർവൽ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ. S ആണ് T. ഈ ST ഇന്റർവൽ എന്ന് പറയുന്നത് ഹാർട്ടിന്റെ റെസ്റ്റിംഗ് ടൈമാണ്. ഈ ഒരു പോയിന്റ് ഇതിന് കിട്ടും റെസ്റ്റ് ചെയ്യാനായിട്ട്. അതിന്റെ വീണ്ടും P വേവ്, QRS കോംപ്ലക്സ്, ST ഇന്റർവൽ. മനസ്സിലായോ? ഇത് എന്താ മനസ്സിലാക്കുന്നത്? ഇവിടെ ഏട്രിയത്തിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇത് ആബ്സെന്റ് ആവും. വെൻട്രിക്കിളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്നും ആബ്സെന്റ് ആയ ആൾ മരിച്ചു പോകും. ഇതിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പം ആട്രിയൽ ഫിബ്രിലേഷൻ ജസ്റ്റ് എക്സാമ്പിൾ. എന്താ P വേവ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി വെൻട്രിക്കൽ ടാക്കിക്കാർഡിയ, VT, എന്താ കുടുകുടുകുടുകുടുകുടുകുടുന്ന് വലുത് വന്നുകൊണ്ടിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ആട്രിയം വർക്ക് ചെയ്യുന്നില്ല, പടപടപടപടാന്ന് ഇടിക്കുക. മനസ്സിലായോ? ഇതാണ് VT, ആട്രിയൽ ഫിബ്രിലേഷൻ. ഇനിയിപ്പോ ഇവിടുത്തെ ഒരു ഭാഗത്തിന് ചെറിയ കംപ്ലൈന്റ്, ഒരു ചെറിയ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. എന്നാ ചെയ്യും? അടുത്ത P വേവ് തുടങ്ങുന്നതിന് ചെറിയ സ്ലോ ഉണ്ടാവും. അത് ഒന്നല്ലേ T വേവ് ഇങ്ങനെ താന്നു പോവും. ഇത് ഹാർട്ടിൽ എന്തെങ്കിലും ഇസ്ചീമിക് അറ്റാക്ക് ഉണ്ടായാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി അത് പൊങ്ങിയാലോ? എന്നിട്ട് P വേവ് തുടങ്ങുന്നെങ്കിൽ ഇത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, ഹാർട്ടിന് അറ്റാക്ക് ഉണ്ട്. അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ ഹാർട്ട് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു റെസ്റ്റിംഗ് ടൈമിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അടുത്ത വേവിലേക്ക് പോകാനായിട്ട് ഹാർട്ടിന് പണിയെടുക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ ടൈം ഇത് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ എന്തോ വേരിയേഷൻ ഉണ്ട്.
മനസ്സിലായി? എങ്ങനെ ഇത് മനസ്സിലാക്കിയാണ് ഹാർട്ടിന്റെ എവിടെയാണ് പ്രശ്നം, ഏട്രിയത്തിലാണോ പ്രശ്നം, വെൻട്രിക്കിളിലാണോ പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ECG മനസ്സിലായി? ഒരുപാടുണ്ട്, ഞാൻ എൻ്റെ നോർമൽ പാറ്റേണേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.